അസ്സലാമു അലൈക്കും. തമ്പുനേലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഈ രീതിയിൽ ചിക്കൻ കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ വിശേഷങ്ങൾ ഏത് തന്നെയായാലും ഏത് തരം വിഭവങ്ങളായാലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ടേസ്റ്റിയോട് കൂടി തന്നെ കഴിക്കാൻ സാധിക്കും. അത്രയ്ക്ക് നല്ല ടേസ്റ്റോട് കൂടിയാണ് ഈ ചിക്കൻ കറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചിക്കനെല്ലാം ഒരല്പം വിനാഗിരി ഉപ്പും ഒക്കെ ഇട്ട് കഴുകാനായിട്ടൊന്ന് പുരട്ടി മാറ്റി വെക്കാം. അതൊന്ന് പിടിച്ചതിന് ശേഷം നമുക്കത് കഴുകി വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന കുറച്ച് സാധനങ്ങൾ അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഒരു ടൊമാറ്റോ, ഒരു 3-4 സവാള. ചെറിയ സവാള ആയതുകൊണ്ടാണ് 3-4 എടുത്തിരിക്കുന്നത്. വലിയ സവാള ആണെങ്കിൽ ഒരു 4 എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, ഇത്രയാണ് എടുത്തു വച്ചിരിക്കുന്നത്. പച്ചമുളക് ഒരു 2-3 മാത്രമേ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അതിൻ്റെ ഒരു പകുതി ഭാഗമാണ് വെച്ചിരിക്കുന്നത്. കറി വെക്കാൻ 4-5 പച്ചമുളക് അല്ലാതെ തന്നെ നമുക്ക് വേണം. കഴുകി വൃത്തിയാക്കി കറി വെക്കാൻ എടുത്ത ചിക്കനിലേക്ക് ഒരു അല്പം ഭാഗം എടുത്തിട്ടുണ്ട്. അതായത് ഒരു 2 മുളക് പൊടിയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടൊന്ന് പുരട്ടി റെഡിയാക്കി വെക്കാം. അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം ഒരു അടികട്ടിയുള്ളൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയും കാശ്മീരി ചില്ലി പൗഡറുമാണ് ഈ ചിക്കൻ കറിക്ക്, ഈ ചിക്കൻ പുരട്ടുന്നതിനുമൊക്കെ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനി ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒരുവിധമായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരുവിധം വലുതായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി അത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ഒരുവിധം ആയി കഴിയുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ടൊമാറ്റോയും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒരു വലിയ ടൊമാറ്റോയും ഒരു ടൊമാറ്റോയുടെ പകുതിയും കൂടാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ അളവിൽ വലിയ ജീരകമാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുവിധം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല ഒന്ന് വഴണ്ട് വരുന്നവരെ നമുക്കിത് ചീനിച്ചട്ടിയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അടി പിടിക്കാതെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയിൽ നിന്ന് ഒരു തണ്ട് കറിവേപ്പിലയും ഒരല്പം മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർത്തിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതേ അളവിൽ തന്നെ മല്ലിപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ പൊടി വകകളെല്ലാം ഈ സവാളയിലും ടൊമാറ്റോയിലും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയം ലോ ഫ്ലെയിമിലായിരിക്കണം ഫ്ലെയിം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ ഒരുമിച്ച് യോജിപ്പിച്ച് അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. അപ്പോൾ ഈ മസാലക്കൂട്ടെല്ലാം ഒന്ന് തണുത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പാൻ അടുപ്പി വെച്ച് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കനെല്ലാം ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം തണുത്ത് കിട്ടിയ നമ്മുടെ മസാലക്കൂട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരിഞ്ഞു പോകേണ്ട കാര്യമില്ല, അതൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ക്രഷ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം എങ്ങനെയാണെന്ന്. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് മൂത്ത് പോകേണ്ട കാര്യമില്ല. ചിക്കൻ ഒരുവിധം ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. അതായത് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അല്ലാതെ നമ്മൾ ചിക്കൻ വറുത്തെടുക്കുന്ന രീതിയിലൊന്നും ഈ ചിക്കൻ വറുത്തെടുക്കേണ്ട കാര്യമില്ല. അതിനുശേഷം നമുക്ക് ഈ ചിക്കനെല്ലാം ആ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ചിക്കനെല്ലാം കോരി മാറ്റിയ ശേഷം ഈ പാനിലേക്ക് വീണ്ടും ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 1-1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഇതിനകത്ത് നമ്മളെല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഈ ചിക്കൻ കറിയുടെ ടേസ്റ്റും. ഇനി നമുക്കിതിലേക്ക് പട്ട, ബേ ലീഫ്, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴേക്കും നമ്മുടെ മിക്സിയിൽ വെച്ചിരുന്ന മസാലയെല്ലാം ഒരുവിധം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ആ ക്രഷ് ചെയ്ത് മസാല നമുക്ക് ഈ എണ്ണയിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം നന്നായിട്ട് കൈയെടുക്കാണ്ട് ഈ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് ഈ അരപ്പൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരുവിധം നന്നായിട്ട് തിളച്ച് വരുന്നവരെ നമുക്ക് ഈ അരപ്പൊന്ന് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഒക്കെ ഇട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടി, വീട്ടിൽ പൊടിച്ച മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് ഇത് ഇളക്കി ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷമാണ് മിക്സിയുടെ ജാറൊക്കെ കഴുകിയുള്ള വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ അരപ്പിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഒരുപാട് വെള്ളം ചേർക്കുന്നില്ല, ഒരളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഒരു കുറുകിയ ചാറോട് കൂടി ഇരിക്കത്തക്ക രീതിയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായിട്ട് തിളച്ച് ഒന്ന് വരുന്ന സമയത്ത് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് ഒരു 4-5 എണ്ണം ഒന്ന് അതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. പച്ചമുളക് കീറി ഒന്നും ഇടണ്ട, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ ചിക്കനകത്ത് ഈ അരപ്പെല്ലാം പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുവരെ ഈ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തിട്ടില്ല. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തിരിക്കുന്ന ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് തന്നെ ചേർത്ത് കൊടുക്കണം. നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ മാത്രമേ ഒരല്പം ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് പിന്നെയും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. കാരണം ഇത്രയും കട്ടിയുള്ള ഗ്രേവി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ആ സമയത്ത് നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അടിക്ക് പിടിക്കാതെ നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നവരെ വറ്റിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ വറ്റിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നു കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് ഒരു വലിയ നാരങ്ങയുടെ പകുതി എടുത്ത ശേഷം അത് ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അപ്പോഴും ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം നാരങ്ങാനീര് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നാരങ്ങാനീരെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1-2 സവാള വറുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെയേറെ രുചികരമായിട്ടുള്ളതും സ്വാദിഷ്ടമായിട്ടുള്ളതുമായ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കറിയുടെ കൂടെ ഇന്ന് കോമ്പിനേഷനായിട്ട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു റൈസാണ്. ബിരിയാണി റൈസായിട്ടോ ഗീ റൈസായിട്ടോ ഒക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലും ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഒരുവിധം നന്നായിട്ട് ചേരുമ്പോൾ നല്ലൊരു മണവും രുചിയുമാണ്. അതിനാണ് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒരു ചെറിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഈ എണ്ണയിലിട്ട് ഒരുവിധം വഴറ്റിയെടുത്ത ശേഷം ഒരു വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ച മണം മാറുക മാത്രം ചെയ്താൽ മതി. അതിനുശേഷം കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാനൊരു 5 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. വെള്ളം ഒന്ന് ചൂടാക്കിയാണ് ഈ അരിയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ നെയ്ക്കകത്തിട്ട് അരി ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നെയ്യും എണ്ണയും ഒക്കെ ഇതിലേക്ക് ക്യാരറ്റും സവാളയും ഒക്കെ പിടിച്ച് വരത്തക്ക രീതിയിൽ ഈ അരി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷമാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോറിന് നല്ല ടേസ്റ്റാണ്. ക്യാരറ്റിൻ്റെ ഒരു കളറ് കാരണം മഞ്ഞൾപ്പൊടി ചേർത്തതുപോലെ തോന്നും ഈ ചോറ് ആദ്യം കാണുമ്പോൾ. ഇതിലേക്ക് ഒരല്പം നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുക്കാം, ചോറൊന്നും ഒട്ടാതിരിക്കാൻ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് ഒരു പട്ടയും ഒരു ബേ ലീഫും ഒരു സ്റ്റാർ ലീവും 2-3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചോറിന് നല്ലൊരു മണം കിട്ടുന്നതാണ് ഇതെല്ലാം ചേർക്കുമ്പോൾ. ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. വറ്റി വന്നപ്പോഴത്തേന് ആ വെള്ളത്തിൻ്റെ ആ ചോറിൻ്റെയൊക്കെ ആ കളറൊക്കെ അങ്ങ് മാറിയിട്ടുണ്ട്. ആദ്യം നമുക്ക് തോന്നും മഞ്ഞപ്പൊടിയോ കളറോ ഒക്കെ ചേർത്തതാണെന്ന്. നല്ല ടേസ്റ്റുള്ളൊരു ചോറാണ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഗീ റൈസും അല്ല, ബിരിയാണി റൈസും അല്ലാത്ത രീതിയിലാണ് ഈ റൈസ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല മണവും രുചിയുമാണ് ഈ ചോറിന്. ഈ റൈസിന് നമ്മൾ ഒരുപാട് മസാലകൾ ചേർക്കാറില്ലല്ലോ. വെള്ളമൊക്കെ ഒരുവിധം വറ്റി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് അടപ്പ് തുറന്ന് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് തത്തിപ്പൊത്തി എടുത്ത ശേഷം ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒരു ടൊമാറ്റോയുടെ പകുതി കട്ട് ചെയ്തതും ഒക്കെ ചേർത്ത് കൊടുക്കാം. പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏതെങ്കിലുമൊക്കെ വിശേഷ ദിവസങ്ങൾക്കോ വിശേഷങ്ങളൊക്കെ വീട്ടിൽ വരുന്ന ദിവസങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ ഗസ്റ്റുകളൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റൈസും ചിക്കൻ കറിയുമാണിത്. നല്ലൊരു കോംബോ ആണ്. അതുമാത്രമല്ല, ഈ കറി നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. കള്ളപ്പം, അപ്പം, ഇടിയപ്പം, വിഭവങ്ങൾ ഏത് തന്നെയായാലും ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാവുന്നതാണ്. റൈസ് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കൻ കറിയുടെ കൂടെ ഞാൻ ബ്രെഡ് ആവി കയറ്റിയതും കൂടെ എടുക്കുന്നത് കാണിക്കുന്നുണ്ട്. നമ്മുടെ വൈകിട്ടത്തെ ചായയുടെ കൂടെയൊക്കെ ബ്രെഡ് ആവി കയറ്റി ഈ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നമുക്ക് ബ്രെഡും കൂടെ എടുത്ത് ഈ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാവുന്നതാണ്. അതിനും പറ്റിയ ഒരു ചിക്കൻ കറിയാണിത്. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂടെ റൈസും ബ്രെഡ് ആവി കയറ്റിയതും ഒക്കെ ഇതിനോടൊപ്പം ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.